ആ കുട്ടി എത്ര നേരം ബാഗ് ഇടണമെന്ന് ഒരു മനുഷ്യൻ നോക്കണില്ല, ഒരു പാരന്റ് നോക്കണില്ല. കുട്ടികൾ പല സ്റ്റൈലിലാണ് ബാഗ് ഇടാറ്. 2 സ്റ്റൈലിൽ ഇടാറുണ്ട്. ഐ മീൻ 2 ഷോൾഡറിൽ കീപ്പ് ചെയ്യും, ചിലർ ഒരു സൈഡിൽ മാത്രമേ ഇടും. അപ്പൊ ഇത്രയും വെയിറ്റ് തൂങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് 25 കിലോ ഉള്ള ഒരു കുട്ടിക്ക് ഒരു 3 കിലോ ആണ് എടുക്കാൻ പറ്റുന്നത്. ഒരു ബാഗ് എത്ര കിലോ, ഒരു 6 കിലോ 8 കിലോ ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ തലമുറ മെയിൻ ആയിട്ട് മൊബൈൽ, കമ്പ്യൂട്ടർ, അതിനുള്ള അഡിക്ഷൻ കാരണമാണ് ഓർമ്മയില്ല, അത് ഒട്ടും ശ്രദ്ധിക്കില്ല. പിന്നെ പലതും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ആണ്. ഒരു 2 മണിക്കൂറൊക്കെ ഒറ്റ മൊബൈൽ നോക്കിയിരിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി കുട്ടികളെ പിന്നാലെ ഹോസ്പിറ്റലിൽ നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ സ്കൂളുകൾ തുറന്നല്ലോ, കുട്ടികൾക്ക് ആദ്യമൊക്കെ നമുക്ക് സ്കൂളുകളിൽ ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ടായിരുന്നു കൂടുതൽ ഭയങ്കര ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാല് ബാഗ് തൂക്കി സ്കൂളിൽ പോകുന്നതിനെ കുറിച്ചിട്ടാണ് എല്ലാ ദിവസവും വൈകുന്നേരം. എൻ്റെ വീട്ടിലേക്കുള്ള ഒരു മെയിൻ ഇഷ്യൂ, എൻ്റെ വീട്ടിലേക്ക് ഒരു കാറ്ററിംഗ് കയറി വരണം. അപ്പൊ ഇവർക്ക് ബാഗ് തൂക്കി വരാൻ കഴിയണില്ല, ഭയങ്കര ബോഡി പെയിൻ ആണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോഴാണ് നമ്മളത് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതാണ് ഇപ്പൊ പ്രശ്നം. അപ്പൊ നമ്മൾ ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് കുട്ടികളുടെ മാനസികാരോഗ്യം നോക്കണം എന്നുള്ള പോലെ തന്നെ അവരുടെ ശാരീരിക ആരോഗ്യം ഈ ബാഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ, അതിൽ ശരിക്കും ഒരു കുട്ടിയുടെ വെയിറ്റ് എത്ര വെയിറ്റ് എടുക്കാം ഒരു കുട്ടിയുടെ ഇതിൽ നിന്നുള്ളതാണ് അവരുടെ ബാഗ്. ഈ ബാഗിന്റെ വെയിറ്റ് കുട്ടി താങ്ങുകയാണല്ലോ. കുട്ടി ആ ബാഗ് വെയിറ്റ് തൂക്കി, ഇപ്പൊ നിങ്ങളെ വീട്ടിലേക്കാണെങ്കിൽ ശരിക്കും ഒരു 10 മിനിറ്റ് ഒക്കെ നടക്കും. മിക്കവാറും കുട്ടികൾ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റ് എങ്കിലും ബാഗ് തൂക്കി നടക്കും. അത് സ്കൂൾ ബസ് കയറാനുണ്ടാവും, ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ സ്കൂളിൽ നടക്കുന്ന ദൂരം ഉണ്ടാവും, തിരിച്ചും ഉണ്ടാവും. അപ്പൊ ചില കുട്ടികളൊക്കെ കുറച്ച് ദൂരം നടന്നിട്ട് തന്നെ ബാഗ് തൂക്കി പോകുന്നുണ്ടാവും. അപ്പൊ ഈ ബാഗിന്റെ വെയിറ്റും കുട്ടി തൂക്കുന്ന രൂപവും ബാഗിന്റെ രൂപവും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഇങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരു കുട്ടിന്റെ കയ്യിൽ ഒരു 10 കിലോ വെയിറ്റ് നിങ്ങൾ എന്നും തൂക്കി നടക്കുക, നിങ്ങൾ കുട്ടീനെ ചെയ്യിപ്പിക്കൂലല്ലോ. നിങ്ങളൊരു ബക്കറ്റ് കുട്ടീനോട് തൂക്കി, ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം കുട്ടി എടുത്തു പോവാന്ന് പറയുമ്പോ നമുക്ക് അതിലൊരു സങ്കടം ഉണ്ടാവും എടുക്കുമ്പോ. പക്ഷെ ഒരു ബാഗ് എടുക്കുമ്പോൾ നമ്മളാരും നോക്കണില്ല. ആ കുട്ടീന്റെ ഒരു പ്രോഗ്രസ് കാർഡ് നോക്കി നമ്മൾ എത്ര മാർക്ക് ഉണ്ട്, കൃത്യം എത്ര ഇതുണ്ട് എന്ന് നോക്കണ പകരം നമ്മൾ ആ കുട്ടിക്ക് ബാഗിന് എത്ര തൂക്കുണ്ട്, ആ കുട്ടി എത്ര നേരം ബാഗ് ഇടണമെന്ന് ഒരു മനുഷ്യൻ നോക്കണില്ല, ഒരു പാരന്റ് നോക്കണില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുട്ടി ഒരു 20 കിലോ ഉള്ള ഒരു കുട്ടിക്ക് 2-3 കിലോ വരെയൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഒരു 10% ഓഫ് ബോഡി വെയിറ്റ് ആണ് ഐഡിയലി ബാഗിന്റെ ഒരു കണക്ക്. അത്രയാണ് കുട്ടി തൂക്കാൻ പാടുള്ളൂ. അപ്പോ തൂക്കാൻ പാടില്ല. തൂക്കാണെങ്കിൽ തന്നെ ശരിക്കും ഒരു സൈഡ്, കുട്ടികൾ പല സ്റ്റൈലിലാണ് ബാഗ് ഇടാറ്. 2 സ്റ്റൈലിൽ ഇടാറുണ്ട്. ഐ മീൻ 2 ഷോൾഡറിൽ കീപ്പ് ചെയ്യും, ചിലർ ഒരു സൈഡിൽ മാത്രം ഇടും. അപ്പൊ ഇത്രയും വെയിറ്റ് തൂങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അതില് ഒരു തോളിന് മാത്രം ഇടുന്നത് ശരിയല്ല. അപ്പൊ ആ തോളിന് കൂടുതൽ ലോഡ് വരും, കുട്ടിക്ക് വളവ് വരും, നട്ടലിന് ബെൻഡ് വരും, അങ്ങനെ പെയിൻ വരും, മസിൽ വളർച്ചനെ ബാധിക്കും. വളർച്ചനെ ബാധിക്കൽ ഉണ്ടാവില്ലെങ്കിലും കുട്ടി ബെൻഡായി നടന്ന് പിന്നെ അത് ക്രമേണ ഒരുപാട് കാലം കൊണ്ട് വരും. അപ്പോ 2 സൈഡിലും ഒരുപോലെ ഷോൾഡർ ഇടണം. ബാഗ് അവൈലബിൾ ആണോ? അതോ ഈ ബാഗ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാല് ഷോൾഡർ സ്ട്രാപ്പുകൾക്ക് പാഡിങ് ഉള്ള ബാഗ് വാങ്ങുക. അതുപോലെ ബാക്ക് ഭാഗത്തും പാഡിങ് ഉള്ള ബാഗ് വാങ്ങുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാഡിങ് ഉള്ള. അതാകുമ്പോൾ ആ കുട്ടിക്ക് തോളില്, ചില കുട്ടികൾക്ക് ഉണ്ടാവും നല്ല ഹാർഡ് ആയിട്ടുള്ള ബാഗ്, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ സ്ട്രാപ്പ് ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ തോളില് കളർ വ്യത്യാസം വരും, പെയിൻ അവിടെ തന്നെ വരും, അടുത്ത ഭാഗത്ത് തന്നെ കളർ വ്യത്യാസം വരും. അപ്പൊ അങ്ങനത്തെ ഒഴിവാക്കി പാഡിങ് ഉള്ളത് വാങ്ങുക, പുറം ഭാഗത്ത് പാഡിങ് ഉള്ളത് വാങ്ങുക. ഇതാണ് ഒന്നും ശ്രദ്ധിക്കേണ്ടത് ബാഗിന്റെ കാര്യത്തില്. പരമാവധി വെയിറ്റ് കുറഞ്ഞ ബാഗ് വാങ്ങുക. ഇപ്പൊ ഫാൻസി ബാഗുകളാണ്, ബാഗിന്റെ പല പല സാധനങ്ങൾ, ബാഗിന്റെ ഉള്ളില് പല കാർട്ടൂണുകള്, അതിന്റെ ഉള്ളിൽ തന്നെ കുറെ സംഭവങ്ങൾ വെച്ച് ബാഗിന്റെ നല്ല ചില കുട്ടികൾക്ക് ട്രോളി യൂസ് ചെയ്യാൻ ചക്രമുള്ള ബാഗ്, പിന്നെ ബാഗില് പാഡുള്ള ബാഗ്, കട്ടിയുള്ള ഹാർഡ് ബോർഡുള്ള ബാഗ്, അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി ഏറ്റവും മിനിമൽ വെയിറ്റ് ഉള്ള ബാഗാണ് എപ്പോഴും നല്ലത്. അത്രയും കുറച്ച് ഏറ്റിയാൽ മതി കുട്ടിക്ക്. മിനിമൽ വെയിറ്റ് എത്ര പറഞ്ഞു? 3 കിലോ ആണ് മാക്സിമം. 10% ഇടാൻ പറ്റുക. ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഒരു 20 കിലോ ആണ്, 25 കിലോ ആണ് മാക്സിമം ഉണ്ടാവുക. കുട്ടി ഉണ്ടാവുക 25 കിലോ ഉള്ള ഒരു കുട്ടിക്ക് ഒരു 3 കിലോ ആണ് എടുക്കാൻ പറ്റുന്ന വെയിറ്റ്. ഒരു ബാഗ് എത്ര കിലോ, ഒരു 6 കിലോ 8 കിലോ ഒക്കെ ഉണ്ടാവും. എന്ത് ചെയ്യും പരിഹാരം ചെയ്യും? അതിന് ഒന്ന് പിന്നെ ഇടുന്ന ബാഗ് കൃത്യമായിട്ട് ഇടുക, ബാഗിന്റെ വെയിറ്റ് കുറക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാഗിന്റെ സപ്പോർട്ട് കാര്യങ്ങൾ. പിന്നെ സ്കൂൾ ബാഗ് ബുക്കുകൾ പരമാവധി ഇപ്പൊ പല സ്കൂളുകളിലും ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കൊക്കെ അവർ സ്കൂളിൽ തന്നെ കീപ്പ് ചെയ്യും. ആവശ്യമുള്ള ബുക്കുകൾ മാത്രം കൊടുത്തു വിടുക, ആവശ്യമുള്ള ഇല്ലാത്ത ബുക്കുകൾ എല്ലാം കൂടെ ടൈം ടേബിൾ അനുസരിച്ച്. ടൈം ടേബിൾ തലങ്ങും വിലങ്ങും ഒക്കെ ഉണ്ടാവും, എല്ലാ ദിവസവും എല്ലാം ഇതുണ്ടാവും, ഒന്ന് ടൈം ടേബിൾ അങ്ങോട്ടും മാറേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ വെയിറ്റ് എല്ലാം കൂടെ ഏറ്റാതെ ആവശ്യമുള്ളത് മാത്രം കൊടുത്തു വിടുക, അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാ സ്കൂളുകളും അതില്ല. പല സ്കൂളുകളിലും ഇപ്പൊ കീപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അത് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പല സ്കൂളുകളിലും ഇപ്പൊ അവര് ബുക്ക് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ പേരിൽ തന്നെ. അതാണ് ഒന്നും കൂടി നല്ലത്. പിന്നെ
നമ്മൾ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കുട്ടിന്റെ ഈ ഇരുത്തവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളവും തിരിവൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ഓൾറെഡി ബാക്ക് പെയിൻ ഉണ്ടാക്കും അല്ലെങ്കിൽ പുറം വേദന ഉണ്ടാക്കും. അപ്പൊ ഈ ബാഗും കൂടെ കൂടുമ്പോൾ അത് വെയിറ്റ് കൂടും. കുട്ടികളെ പഠിക്കാനിരിക്കുമ്പോൾ അവർക്ക് ഒരു ഇരുത്തത്തിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് വളഞ്ഞ് തിരിഞ്ഞ് പലരും കിടന്നിട്ട് പല രീതിയിലാണ് അവര് പിന്നെ അപ്പൊ നമ്മൾ ശരിക്കും അവർക്ക് കൊടുക്കാനുള്ള സജഷൻ എന്താണ്? ഈ പോസ്ചർ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പല കുട്ടികളും കടന്നിട്ട് കമന്ന് കിടന്നിട്ടൊക്കെ വായിക്കുക എഴുതി ചെയ്യുന്നവരുണ്ട്. അത് തീരെ ചെയ്യാൻ സമ്മതിക്കരുത്. കുട്ടികൾക്ക് കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചുള്ള ചെയറും ടേബിളും ഒരുക്കി കൊടുക്കണം. അപ്പോൾ നമ്മള് വീട്ടിലുള്ള ടേബിളും ചെയറൊക്കെ പൊതുവെ മുതിർന്നവർക്കുള്ളതായിരിക്കും. അപ്പോൾ മുതിർന്നവർക്കുള്ളതാകുമ്പോൾ കുട്ടികൾ കൈമ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പറ്റുമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ചെറിയ ബോൾസ്റ്റർ സപ്പോർട്ടുകൾ കിട്ടും. ചെയർമ തന്നെ വെക്കാനുള്ള കുട്ടികളെ ഉയർത്തിയിരുത്താനുള്ള സാധനം. അല്ലെങ്കിൽ അതാത് കുട്ടികൾക്ക് അതാത് പ്രായത്തിന് കണക്കാക്കിയിട്ടുള്ള ചെയറും ടേബിളും വേറെ തന്നെ വാങ്ങിക്കാനും കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. പിന്നെ വല്ലാണ്ട് പുറം വളഞ്ഞിട്ട് മുന്നോട്ട് വളഞ്ഞിട്ട് എഴുതാനോ വായിക്കാനോ സമ്മതിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പുറം വേദനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ തല വളച്ചിരുന്ന് കുട്ടികൾ കുറെ സമയം ഇരിക്കും. അപ്പോൾ അത് ഒരു പോസ്റ്റിൽ തന്നെ ഇങ്ങനെ കുറെ സമയം നോക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ ഒഴിവാക്കുക. പിന്നെ സ്കൂളിലാണെങ്കിലും ബാക്ക് സപ്പോർട്ടുള്ള ബെഞ്ചും ഡെസ്കും ബാക്ക് സപ്പോർട്ട് വേണം. ചാരി ഇരിക്കാനുള്ള ഓപ്ഷൻ വേണം. പണ്ടൊന്നും നമുക്ക് ഡെസ്ക് മാത്രം ബെഞ്ചും ഡെസ്ക് മാത്രം ചാരി ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായില്ല. അതൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ ആ ചാരി ഇരിക്കാനുള്ളത് എപ്പോഴും ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പോസ്റ്ററിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിലുള്ള മാതാപിതാക്കൾ വേറെ എന്തെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ എപ്പോഴും അവർ പല കുട്ടികളും മെയിൻ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികളൊക്കെ ഈ ബെൻഡ് ചെയ്ത് ഓവറായിട്ട് ബെൻഡ് ചെയ്ത് മസിൽ പെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഇപ്പോഴത്തെ തലമുറ മെയിൻ ആയിട്ട് ഈ മൊബൈൽ കമ്പ്യൂട്ടർ അതിനുള്ള അഡിക്ഷൻ കാരണമാണ് ഓവർ ബെൻഡിങ്. അവര് ഒട്ടും ശ്രദ്ധിക്കില്ല. പിന്നെ പലതും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ആണ്. ഒരു 2 മണിക്കൂറൊക്കെ ഒറ്റ ഇരിപ്പിൽ മൊബൈൽ നോക്കിയിരിക്കും. അപ്പൊ അതൊന്ന് ഒഴിവാക്കിയിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കണം. എപ്പോഴും വായിക്കാനിരിക്കുകയാണെങ്കിലും മൊബൈൽ കൂടുതൽ ഉപയോഗിക്കാനല്ല, വായിക്കാനിരിക്കുകയാണെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് കിടന്ന് വായിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയണം. ഒട്ടും സമ്മതിക്കരുത് കിടന്ന് വായിക്കാൻ. അത് കമഴ്ന്ന് കിടന്നിട്ടും മലന്ന് കിടന്നിട്ടും വായിക്കാൻ സമ്മതിക്കുക. ഇരുന്ന് തന്നെ വായിക്കുന്നത് മതി കുറച്ചാണെങ്കിലും. അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ എല്ലാം എന്തായാലും ആ ഇരുന്ന് കറക്റ്റ് പോസ്റ്ററിൽ ചെയ്യുക. ഇടക്കിടക്ക് ബ്രേക്ക് എടുക്കുക. അതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കുട്ടികളെ പിന്നാലെ ഹോസ്പിറ്റലിൽ നടക്കേണ്ട ആവശ്യമില്ല. സജഷനായി കുട്ടികളിലെ ഇപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസുകൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ മാതാപിതാക്കൾ ഇപ്പൊ ഒരു ഡോക്ടറുടെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം? നല്ലൊരു ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഇതിപ്പോ പലപ്പോഴും നമ്മളിത് ഒഴിവാക്കി വിടും. കുട്ടിക്ക് വേദന എന്നും വേദനയാണ്, അവന്റെ വേദന മാറൂല, ഈ കുറെ വർഷങ്ങളായിട്ടുള്ള വേദന ഇപ്പം ഒഴിവാക്കണം. എപ്പോൾ നമ്മളിത് ഇന്റർവ്യൂ ചെയ്യണം, എപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കണം എന്നുള്ളതാണ് ഇതിലൊരു ക്വസ്റ്റ്യൻ. അതായത് ഒരു 2-3 ആഴ്ചയായിട്ട് മാറാത്ത സ്ഥിരമായിട്ടുള്ള പെയിൻ ഉണ്ടെങ്കിൽ നമ്മളത് അവഗണിക്കാൻ പാടില്ല. പിന്നെ വളവ്, കുട്ടിന്റെ നട്ടലിന് വളവ് വരിക, പുറമത്ത് വളവ് വരിക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീക്കം നീർക്കെട്ട് പോലെയൊക്കെ കാണുക. ഇനി രാത്രി ഉറക്കത്തിലും പെയിൻ ഉണ്ടെങ്കിൽ, ഇപ്പം പല മസിൽ പെയിനുള്ള നമ്മളൊന്ന് റിലാക്സ് ആയി കിടന്നു കഴിഞ്ഞാൽ മാറും. അപ്പോൾ രാത്രി ഉറക്കത്തിൽ പെയിൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ട വേദനയാണ്. ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡെയിലി ആക്ടിവിറ്റീനെ ബാധിക്കുന്ന തരത്തിൽ, ഇപ്പോൾ കുട്ടി ഓടും ചാടും കളിക്കൊന്നും ചെയ്യുന്നില്ല, പെയിനായിട്ട് ഒരു ഭാഗത്ത് മൂലക്ക് ഒതുങ്ങിയിരിക്കുകയാണ്, ഇളകാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കുക.